ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് എന്ന സെക്കൻഡ് ചാപ്റ്ററിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോകൾ കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനും ഇൻവേർട്ടിബിൾ അല്ല. ഇൻവേർട്ടിബിൾ അല്ലാത്തൊന്നും ബൈജക്ഷനും അല്ല എന്ന് നമുക്കറിയാം. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് നമുക്കൊരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനെ ഇൻവേർട്ടിബിൾ ആക്കാവുന്നത് അല്ലെങ്കിൽ ബൈജക്ഷൻ ആക്കാവുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്, സീക്ക് എക്സ്, കൊസീക്ക് എക്സ്, കോട്ടെക്സ് ഇതൊന്നും തന്നെ ഇൻവേർട്ടിബിൾ അല്ല, ബൈജക്റ്റീവ് അല്ല എന്ന് നമ്മൾ പറഞ്ഞു. ബൈജക്റ്റീവ് അല്ലാത്തപ്പോൾ ഇൻവേർട്ടിബിൾ അല്ല. അപ്പോൾ ഇവ എങ്ങനെ ബൈജക്റ്റീവ് ആക്കിയിട്ട് നമുക്ക് ഇൻവേർട്ടിബിൾ ആക്കാം, അതാണ് നമ്മൾ അടുത്തായിട്ട് പഠിക്കുന്നത്. ഇൻവേർട്ടിബിൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ അല്ല എന്ന് പറഞ്ഞു. അടുത്തായിട്ട് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഡൊമെയിനും റേഞ്ചും റിസ്ട്രിക്റ്റ് ചെയ്ത് മിക്കവാറും ഫംഗ്ഷനെ എല്ലാം നമുക്ക് ബൈജക്റ്റീവ് ആക്കാവുന്ന, ബൈജക്റ്റീവ് അല്ലാത്ത ഫംഗ്ഷനെയൊക്കെ ഡൊമെയിനും റേഞ്ചും റിസ്ട്രിക്റ്റ് ചെയ്ത് നമുക്ക് ബൈജക്റ്റീവ് ആക്കാമെന്ന് പഠിച്ചു. അത് തന്നെയാണ് ആ ഒരു ആശയമാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനും ഇൻവേർട്ടിബിൾ അല്ല, അപ്പോൾ അതിൻ്റെ ഡൊമെയിനും റേഞ്ചും റിസ്ട്രിക്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിനെ ബൈജക്റ്റീവ് ആക്കി മാറ്റാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഒരു സൈൻ എക്സിൻ്റെ ഗ്രാഫ് എടുക്കാം. നമുക്കറിയാം സൈൻ എക്സ് ഒറിജിനലായിട്ട് R2 - 1 വെറും സൈൻ ആണെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് R2 - 1 ക്ലോസ് ടു ഇൻ്റർവൽ -1 ഡൊമെയിൻ R ആണ്, റേഞ്ച് -1 1 ആണ് ഒറിജിനൽ സൈൻ എന്ന് പറയുന്നത്. ഇത് ബൈജക്റ്റീവ് അല്ല. അപ്പോൾ ഇതിനെ ഇനി എങ്ങനെയാണ് ബൈജക്റ്റീവ് ആക്കാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ സൈൻ്റെ ഗ്രാഫ് നേരത്തെ പഠിച്ചായിരുന്നു. ഇങ്ങനെയാണ് സൈൻ്റെ ഗ്രാഫ് വരുന്നത്. നമുക്കറിയാം സൈൻ്റെ പൈയുടെ മൾട്ടിപ്പിൾ അല്ല, സൈൻ n/0 ആണ്. അപ്പം പൈ വരുന്നിടത്തല്ല π to π -π -2π ഇവിടെ എല്ലാം ഗ്രാഫ് 0 എക്സാക്സുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു π/2 -π/2 π/2 വരുമ്പോഴത്തേക്കിന് 1 വന്നുണ്ട് ഗ്രാഫ് സൈൻ എക്സിൻ്റെ വാല്യൂ. 3π/2 വരുമ്പോൾ -1 വരും, 5π/2 വരുമ്പോൾ 1 വരും. അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് +1 -1 +1 -1 അങ്ങനെ വരും. അപ്പോൾ അങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കുന്നത്. നമ്മൾ മനസ്സിലാക്കിയത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ ഇത് ഈ ഫംഗ്ഷന് ഒരിക്കലും 1 1 അല്ല. കാരണം എന്താ, നമ്മളിങ്ങനെ ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് കഴിയുമ്പോൾ ഒന്നിലധികം പോയിന്റ്സിനെ മുട്ടുന്നതുകൊണ്ട് ഇത് ഒരിക്കലും 1 1 അല്ല. പക്ഷേ ഈ നമ്മൾ റേഞ്ച് -1 തൊട്ട് 1 വരെ റിസ്ട്രിക്റ്റ് ചെയ്യുകയാണെങ്കിൽ, കാരണം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, അവിടെ എടുക്കാമെങ്കിൽ ഇത് ഓൺ ടു ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിനെ എങ്ങനെ ഓൺ ടു ആണ്, അപ്പം ബൈജക്റ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇനി 1 1 കൂടെ ആക്കണം. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം നമുക്കിതിനെ ഈ ഫംഗ്ഷന് ഓൺ ടു ആക്കാനായിട്ട് നമുക്ക് കുഴപ്പമില്ല. കാരണം R2 R ആയിരുന്നെങ്കിൽ R റെസ്ട്രിക്റ്റ് ചെയ്ത് -1 1 ആക്കുമ്പോൾ ഇത് ഓൺ ടു ആയി. -1 തൊട്ട് 1 വരെ ഇതിൻ്റെ റേഞ്ച് ആകുമ്പോഴത്തേക്കിന് ഓൺ ടു ഫംഗ്ഷൻ ആണ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. പക്ഷേ ഇത് 1 1 ആക്കാനാണ് പാട്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഈ 1 1 കൂടെ ആയാലേ നമുക്ക് ഇതിനെ ഇൻവേർട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, ബൈജക്റ്റീവ് ആകും. അപ്പോൾ അതിനുവേണ്ടി ഇപ്പം ഞാൻ ഈ -π/2 തൊട്ട് +π/2 വരെയുള്ള ഇത്രയും ഭാഗം എടുക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ ബാക്കി ഭാഗം ഞാൻ തൂത്ത് കളയാമെന്ന് വിചാരിക്കും. ഇത്രയും ഭാഗം ഇത്ര എടുക്കുക. അപ്പം ഇത്രയും ഭാഗം നിങ്ങളൊന്ന് നോക്കി ഇത്ര എടുക്കുക. അതായത് ഞാനിപ്പം ഈ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ R -π/2 π/2 ഇടയ്ക്കായിട്ടൊന്ന് റിസ്ട്രിക്റ്റ് ചെയ്ത് കുറച്ചായിട്ടൊന്ന് കുറച്ച് കൊണ്ടുവന്നു. അപ്പോഴത്തേനും നമുക്ക് മനസ്സിലായത് ഇവിടെ ഫംഗ്ഷൻ നമ്മളിങ്ങനെ ഹൊറിസോണ്ടൽ ലൈനൊക്കെ വരയ്ക്കാമെങ്കിൽ ഉണ്ടോ, ഒറ്റ പോയിന്റിൽ ഇവിടെ തൊട്ട് ഇവിടം വരെ മുട്ടത്തുള്ളൂ ഹൊറിസോണ്ടൽ. അപ്പോൾ ഈ ഫംഗ്ഷൻ 1 1 ആയി. നേരത്തെ ഇത് 1 1 അല്ലായിരുന്നു. നമ്മൾ ഇത്രയും ഭാഗമായിട്ട് ഈ R എന്നുള്ളത് റിസ്ട്രിക്റ്റ് ചെയ്ത് -π/2 to π/2 ഇത്രയും ഭാഗം എടുക്കാമെങ്കിൽ ഗ്രാഫ് ഇത്രയുമായിട്ട് ചുരുങ്ങി. അപ്പോൾ ഇത് ഓൺ ടു ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, 1 1 ആയി. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്തായി, ബൈജക്റ്റീവ് ആയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫംഗ്ഷൻ നോട്ട് ബൈജക്റ്റീവ് ആയിരുന്നു. അപ്പോൾ ഒറിജിനൽ സൈന് ബൈജക്റ്റീവ് അല്ല. അപ്പോൾ ബൈജക്റ്റീവ് ആക്കാൻ വേണ്ടി ഇത് ഓൺ ടു ആണെന്ന് നമുക്കറിയാം. ഇനി 1 1 കൊണ്ട് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഈ സൈനിൻ്റെ ഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്. -π/2 +π/2 ക്ലോസ് ഇൻ്റർവലാണ്, രണ്ടും ഇൻക്ലൂഡിങ് ആണ്. എന്നിട്ട് റേഞ്ച് -1 തൊട്ട് 1 വരെ എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗ്രാഫ് ഇങ്ങോട്ടുള്ള ഭാഗം നോക്കണ്ട, ഇത്രയും ഭാഗം ഇവിടെ തൊട്ട് ഇവിടം വരെ ഒന്ന് നോക്കിയില്ല. അപ്പോഴത്തേക്ക് നമുക്കിത് 1 1 ആയി. അപ്പോൾ ഇത്രയും ഭാഗം എടുക്കാമെങ്കിൽ ഡൊമെയിൻ നമ്മൾ -π/2 തൊട്ട് +π/2 വരെ എടുക്കാമെങ്കിൽ ഈ ഫംഗ്ഷൻ 1 1 ആയി, ഓൺ ടു ആയി. അപ്പോൾ ഇതെന്താണ്, ഇത് ബൈജക്റ്റീവായി. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ എടുക്കാമെങ്കിൽ ഡൊമെയിനും റേഞ്ചും റെസ്ട്രിക്റ്റ് ചെയ്ത്, അപ്പോൾ ഈ ഭാഗം ബൈജക്റ്റീവായി.
അപ്പോൾ ഒറിജിനൽ സൈൻ എന്ന് പറയുന്നത് ഇത് ഒറിജിനൽ സൈനാണ്. ഇത് ഇൻവേർട്ടബിൾ സൈൻ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. ഇൻവേർട്ടബിൾ സൈൻ. അപ്പോൾ ഒറിജിനൽ സൈൻ ഡിഫൈൻ ചെയ്യുന്ന R2 ക്ലോസ് ഇൻ്റർവൽ -1 ആണ്. അത് ബൈജക്റ്റീവ് അല്ല. ഇൻവേർട്ടബിൾ സൈൻ എന്ന് പറയുന്നത് അതിൻ്റെ ഡൊമൈൻ നമ്മൾ റെസ്ട്രിക്ട് ചെയ്തു, -π/2 to π/2 എടുത്തു. റേഞ്ചിന് വ്യത്യാസമൊന്നുമില്ല, -1 ക്ലോസ് ഇൻ്റർവൽ -1. അപ്പോൾ ഈ സൈനിനെ നമ്മൾ ഇൻവേർട്ടബിൾ സൈൻ എന്ന് പറയും. അപ്പോൾ ഇൻവേർട്ടബിൾ സൈൻ ഇതുമായിട്ടുള്ള വ്യത്യാസം, ഇത് ബൈജക്റ്റീവ് അല്ല, പക്ഷേ ഇത് ബൈജക്റ്റീവ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇൻവേർട്ടബിൾ, ബൈജക്റ്റീവ് ആയതുകൊണ്ടാണ് ഇൻവേർട്ടബിൾ. ബൈജക്റ്റീവ് ഫംഗ്ഷനെ എല്ലാം നമുക്ക് ഇൻവേർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പം ഇത്രയും ഭാഗമാണ് നമ്മൾ ബൈജക്റ്റീവ് ആണ്. അപ്പോൾ ഇതിനെ ഇൻവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക നമുക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇൻവേഴ്സ്, നമ്മൾ പറഞ്ഞ ഒരു ഫംഗ്ഷൻ നമുക്ക് ഉണ്ടെങ്കിൽ, ഫംഗ്ഷൻ ഫ്രം A to B ആണെങ്കിൽ അതിന് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ ഇൻവേഴ്സ് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും, തിരിച്ച് B to A എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫംഗ്ഷൻ, സൈൻ്റെ ഫംഗ്ഷൻ -π/2 π/2 to -1 to 1 ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും, തിരിച്ച് ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ സൈൻ്റെ ഇൻവേഴ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന അതിൻ്റെ നൊട്ടേഷൻ ഇങ്ങനെയാണ്, സൈൻ ഇൻവേഴ്സ്. നമ്മൾ F ഇൻവേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ സൈൻ ഇങ്ങനെയാണിത്. അപ്പോൾ അത് എവിടെ തൊട്ട് എവിടം വരെ ആയിരിക്കും ഡിഫൈൻ ചെയ്തത്, -1 തൊട്ട് -1 to 1 to -π/2 to +π/2. ഇങ്ങനെയായിരിക്കും ഇത് ഡിഫൈൻ ചെയ്തത്. അപ്പോൾ സൈൻ ഇൻവേർട്ടബിൾ സൈൻ എന്നത് ക്ലോസ് ഇൻ്റർവൽ -π/2 to π/2 ടു എവിടെയോട്ടാണ്, -1 to 1 ക്ലോസ് ഇൻ്റർവൽ -1 to 1 ആണ്. അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ തിരിച്ച് ഡൊമൈൻ റേഞ്ച് അങ്ങോട്ട് ഇങ്ങോട്ട് മാറി, -1 to 1 ക്ലോസ് ഇൻ്റർവൽ -1 to 1 -π/2 to π/2. അപ്പോൾ ഇൻവേഴ്സ് എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സൈൻ ഇൻവേഴ്സ് എഴുതുന്നത് ഇങ്ങനെയാണ് സൈൻ ഇൻവേഴ്സ് എഴുതുന്നത്. ഒരിക്കലും ഇങ്ങനെ എഴുതരുത്. ഇപ്പോൾ sin x raised to -1 ഇങ്ങനെ എഴുതരുത്. sin x raised to ഇത് ഇൻവേഴ്സ് അല്ല ഡിനോട്ട് ചെയ്ത്. sin x raised to -1 എന്ന് പറഞ്ഞാൽ 1/sin x ആണ്. നമുക്കറിയാം 1/sin x എന്ന് പറഞ്ഞാൽ എന്താണ്, cosec x ആണ്. അപ്പോൾ ഇത് നൊട്ടേഷൻ നിങ്ങൾ ഒരിക്കലും മാറരുത്. സൈൻ ഇൻവേഴ്സ് നമ്മൾ എഴുതുമ്പോൾ സൈൻ ഇൻവേഴ്സ് x എന്ന് വേണമെങ്കിൽ എഴുതാം, ഇങ്ങനെ ഒരിക്കലും എഴുതാതിരിക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നൊട്ടേഷൻ അങ്ങനെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഇതാണ് ഒറിജിനൽ സൈൻ R2 -1 to 1 ആണ്, അത് നോട്ട് ബൈജക്റ്റീവ് ആണ്. ഇപ്പോൾ ബൈജക്റ്റീവ് അല്ലാത്തതിനെ ബൈജക്റ്റീവ് ആക്കാൻ ഡൊമൈൻ റേഞ്ച് റെസ്ട്രിക്ട് ചെയ്തു. ഡൊമൈൻ റേഞ്ച് റെസ്ട്രിക്ട് ചെയ്തപ്പോൾ ഇത് ഇൻവേർട്ടബിൾ ആയി, അല്ലെങ്കിൽ ബൈജക്റ്റീവ് ആയി. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ സൈൻ അല്ലെങ്കിൽ ബൈജക്റ്റീവ് ഇൻവേർട്ടബിൾ സൈന് അതിൻ്റെ ഡൊമൈൻ റേഞ്ച് ഇതാണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഇവിടുന്ന് ഇങ്ങോട്ടായിരിക്കും. ഇനി വേറെ കാര്യങ്ങൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്പോൾ പലർക്കും ഇപ്പോൾ ഒരു സംശയം വന്നിട്ടുണ്ട്, നമ്മൾ ഇവിടം തൊട്ട് ഇവിടം വരെ മാത്രം എന്താണ് എടുത്ത്, ഈ ഗ്രാഫ് ഇങ്ങനെയല്ലായിരുന്നു, ഇങ്ങനെയല്ലേ ഗ്രാഫ് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത്. പിന്നെ നമ്മൾ ഈ -π/2 to π/2 ഇപ്പോൾ ഇത്ര എടുക്കുമ്പോഴാണല്ലോ നമുക്ക് -1നും 1നും ഇടയിലുള്ള എല്ലാ വാല്യൂ കിട്ടുന്നത്. ഇത്ര ഭാഗം എടുക്കുമ്പോൾ -1 തൊട്ട് 1 വരെ എല്ലാ വാല്യൂ കിട്ടും, ഒരു തവണ കിട്ടത്തുള്ളൂ, അതുകൊണ്ട് ബൈജക്റ്റീവാണ്. നമുക്ക് ഇത്രയും ഭാഗം ഒന്ന് എടുത്താൽ എന്താണ് കുഴപ്പം, അതായത് നമ്മൾ ഇതല്ല എടുക്കുന്നത്, ഇങ്ങോട്ടുള്ള ഭാഗം എടുക്കുന്നത് വിചാരിച്ചു, ഇത്രയും ഭാഗം എടുക്കും. അപ്പോൾ ഇത്രയും ഭാഗം എടുക്കുമ്പോൾ എന്താണ്, π/2 to 3π/2 വരുന്നു കേട്ടോ. ഇത്രയും ഭാഗം നമ്മൾ ആദ്യമേ പറഞ്ഞത് -π/2 to π/2 ആണ്, റേഞ്ച് ഇതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇൻവേർട്ടബിൾ സൈഡിൽ. അടുത്തായിട്ട് നമ്മൾ പറയുന്നത് π/2 to 3π/2 എടുക്കും. അവിടെ എടുത്താലും നമുക്ക് കണ്ടാൽ ഉടനെ മനസ്സിലായി ഈ ഫംഗ്ഷൻ 1 ആണ്. ഇങ്ങോട്ട് എടുക്കാമെങ്കിൽ 1 1 2 ആണ്. ഇങ്ങനെ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഒരു പോയിന്റിൽ മാത്രം ഇന്റർസെക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് ബൈജക്റ്റീവ് ആണ്, അപ്പോൾ ഇൻവേർട്ടബിൾ ആണ് മനസ്സിലായി. ഇനി അതല്ല, ഇപ്പുറത്തെ ഭാഗമാണ് നമ്മൾ എടുക്കുന്നത് വിചാരിക്കുക, ഇത്രയും ഭാഗം ഇങ്ങോട്ടുള്ള എടുക്കുന്നില്ലെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് എന്താണ് 3π/2 to 5π/2 ഇത്രയും ഭാഗം എടുക്കാമെന്ന് വിചാരിച്ചു. 3π/2 to 5π/2 ഇത്രയും ഭാഗം എടുക്കാമെങ്കിലും സൈൻ ഇൻവേർട്ടബിൾ ആണ് എന്ന് നമുക്ക്, ബൈജക്റ്റീവ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം, ഇങ്ങനെ വരുന്നു. തിരിച്ച് നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ടും എടുക്കാം, മൈനസുള്ള ഭാഗം എടുക്കാം. അപ്പോൾ ഇവിടെ എടുക്കുന്നില്ല, ഇപ്പുറം മാത്രം എടുക്കും, ഇത്രയും എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ -3π/2 π/2 -π/2 ഇവിടെ തൊട്ട് ഇവിടം വരെ എടുക്കാമെങ്കിലും ഇൻവേർട്ടബിൾ ആണ്, ബൈജക്റ്റീവായിട്ട് കിട്ടും. ഇനി അതല്ല, -3π/2 നമ്മൾ ഇത്രയും ഭാഗം എടുക്കാമെന്ന് വിചാരിച്ചു. -3π/2 -5π/2 5π/2
ഈ ഭാഗത്ത് സൈൻ ഇൻവേർട്ടബിൾ ആണ്. ഇത്ര എടുക്കാമെങ്കിൽ നോക്കിയേ, ഇങ്ങോട്ട് ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഒരു പോയിന്റിൽ മാത്രമേ ഇന്റർസെക്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഈ പറയുന്ന പിന്നെ വാല്യൂസിലല്ല, ഈ പറയുന്ന ബ്രാഞ്ചസിലെല്ലാം സൈൻ ഇൻവേർട്ടബിൾ ആണ്. ഏതൊക്കെയാണ്? -π/2 to π/2, π/2 to 3π/2, 3π/2 to 5π/2, ഇങ്ങനെയുള്ള ബ്രാഞ്ചസ് എല്ലാം എടുക്കാമെങ്കിൽ സൈൻ ഇൻവേർട്ടബിൾ ആണെന്ന് മനസ്സിലായി. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം മാത്രം എടുക്കുന്നത് നോക്കാം. അതായത് നമ്മളെ ഇപ്പോൾ ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്നത്, അതായത് നമുക്ക് ഇങ്ങനെ പല ബ്രാഞ്ച് എടുത്താൽ ഈ -1ഉം 1ന്റെ വാല്യൂ പലതവണ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ലോകം മുഴുവൻ അംഗീകരിച്ച, ലോകത്തിലെ മുഴുവൻ മാത്തമാറ്റിക്സിനെ അംഗീകരിച്ചിരിക്കുന്ന ഏറ്റവും ചെറിയ ബ്രാഞ്ചായ ഈ -π/2 to π/2 എടുക്കുക. അതിനെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു സൈൻ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യുന്നത്, സൈൻ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യുന്ന എങ്ങോട്ടാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു -1 to 1 തിരിച്ചാണ്, -π/2 to π/2 എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞ് ഇൻവേർട്ടബിൾ സൈൻ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങോട്ടാണ്? -π/2 to π/2 ആണ് ഇൻവേർട്ടബിൾ സൈൻ ഡിഫൈൻ ചെയ്യുന്നത്. തിരിച്ച് സൈൻ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യുന്നത് ഇവിടുന്ന് -1 to 1 ആണ്. അപ്പോൾ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ബ്രാഞ്ച്, അതായത് -π/2 to π/2 എന്ന് പറയുന്ന ഈ ഒരു ബ്രാഞ്ച് ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന അത് മാത്രം, അതിനെ നമ്മളൊരു പ്രത്യേക ഈ ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഈ -π/2 എന്ന് പറയുന്ന റേഞ്ച്, ഇത് ഡൊമൈൻ ചെയ്ത റേഞ്ചുമാണ്. ഈ -π/2 to π/2 എന്ന് പറയുന്ന റേഞ്ചിന് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നു. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്താണ് അർത്ഥം? എന്താണ്? പല ബ്രാഞ്ചില് ഈ സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആകും. പക്ഷേ ഈ ഒരു ബ്രാഞ്ചിനെ ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുക, മാത്തമാറ്റിക്സിനെ എല്ലാം അംഗീകരിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗം എടുക്കുക. ഈ ഒരു ഭാഗം എടുക്കുക, അതായത് ഈ ഒരു ബ്രാഞ്ച് എടുക്കുക, -π/2 to π/2, ഇതിനെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് അല്ലെങ്കിൽ സൈൻ ഇൻവേഴ്സിന്റെ റേഞ്ച്, ഈ ഒരു റേഞ്ചിനെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ആയിട്ട് എടുക്കുകയാണ്. മറ്റു ബ്രാഞ്ചസിലെല്ലാം ഇൻവേർട്ടബിൾ ആകും. തൽക്കാലം നമ്മൾ അത് കൺസിഡർ ചെയ്യുന്നില്ല. എല്ലാം കൂടെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിന് 1 1 അല്ലാതെ വരും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ഒരു ഭാഗം മാത്രം എടുത്തുകൊണ്ട് ഈ -1 to 1, -π/2 to π/2, അപ്പോൾ ഈ -π/2 to π/2 എന്ന് പറയുന്ന ഭാഗം മാത്രമായിട്ട് നമ്മൾ എടുത്തുകൊണ്ട് നമ്മൾ അതിനെ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ അത് 1 1 അത് ബൈജക്റ്റീവ് ആകും. അപ്പോൾ ഈ ഒരു ഭാഗം -π/2 to π/2 എന്ന് പറയുന്ന ഈ ബ്രാഞ്ചിനെ ഈ സൈൻ ഇൻവേഴ്സിന്റെ റേഞ്ച് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത്. മറ്റു ബ്രാഞ്ചസിലെല്ലാം ഇൻവേർട്ടബിൾ ആണ്. തൽക്കാലം നമ്മൾ അതോടെ നിർത്തിക്കൊണ്ട് ഈ ഒരു ബ്രാഞ്ച് മാത്രം കൺസിഡർ ചെയ്യുന്നുള്ളൂ. നമ്മൾ പ്രത്യേകിച്ച് ഒന്ന് എടുത്ത് പറഞ്ഞില്ലെങ്കിൽ സൈൻ ഇൻവേഴ്സിന്റെ റേഞ്ച് എന്ന് പറയുന്നത് -π/2 to π/2 ആണ്. അല്ലെങ്കിൽ അത് പറയും, മറ്റു ബ്രാഞ്ച് കൺസിഡർ ചെയ്യാൻ പറയും. ഇത് സാധാരണ കൺസിഡർ ചെയ്യാൻ പറയത്തില്ല. പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലെങ്കിൽ ഈ സൈൻ ഇൻവേഴ്സിന്റെ ഡൊമൈൻ -1 to 1 ആണ്, അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് -π/2 to π/2 ആണ്. അപ്പോൾ ഈ ഒരു ബ്രാഞ്ചിനെ നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഏതിന്റെ? സൈൻ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ. അപ്പോൾ നമ്മൾ നോക്കിയാൽ നമുക്ക് ഈ ഇൻവേഴ്സ് ഫംഗ്ഷന്റെ ഗ്രാഫ് ഒന്ന് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ തൽക്കാലം നമ്മളിങ്ങനെ എടുക്കുകയാണ്. അപ്പം ഇൻവേർട്ടബിൾ സൈനിന്റെ ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഇൻവേർട്ടബിൾ സൈനിന്റെ ഗ്രാഫാണ്. ഈ ഗ്രാഫ് എന്ന് പറയുന്നത് ഇൻവേർട്ടബിൾ, ഇതിന്റെ ഡൊമൈന് ഇങ്ങോട്ട് ഇവിടെ നിന്നാണ് റേഞ്ച് ഇവിടെ വരും. ഇത് ഇൻവേർട്ടബിൾ സൈനിന്റെ ഗ്രാഫാണ്. അപ്പോൾ നമുക്ക് സൈൻ എന്ന് പറയുന്നത് -π/2 to π/2 to -1 to 1 ആണ്. അപ്പോൾ ഇതിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ നമ്മൾ ഒന്ന് വരച്ചാൽ നമുക്ക് എങ്ങനെയാണ് അതിന്റെ ഗ്രാഫ് ഒന്ന് വരുന്നത്? നമ്മളിങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ ഇൻവേഴ്സ് ഫംഗ്ഷന്റെ നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് എവിടെ തൊട്ട് എങ്ങോട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? -1 to 1 to -π/2 to π/2 ആയിരിക്കും. അപ്പോൾ ഇനി സൈൻ ഇൻവേഴ്സിന്റെ ഗ്രാഫ് നമ്മളൊന്ന് വരച്ചാൽ, ഡൊമൈനാണ് നമ്മൾ ഈ എക്സ് ആക്സിസ് സാധാരണ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് -1, ഇത് 0, ഇത് 1, ഇത് 2, ഇങ്ങനെ -2 ഇങ്ങനെ അങ്ങ് പോവുക. ഇവിടെ റേഞ്ചിലാണ് ഇപ്പോൾ ഇത് മാർക്ക് ചെയ്യേണ്ടത്, π/2 അങ്ങനെയുള്ള. അപ്പോൾ ഇത് π/2, ഇത് π, ഇത് -π/2, ഇത് -π. ഇങ്ങനെ ഇതിൻ്റെ ഗ്രാഫ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, ആക്സിസ് മാറും. ഇത് എക്സ് ഡാഷ്, y ഡാഷ് എന്നിങ്ങനെ വരും. അപ്പം നമുക്ക് സൈൻ ഇൻവേഴ്സിന്റെ ഗ്രാഫ് ഒന്ന് വരച്ചാൽ, സൈൻ ഇൻവേഴ്സിന്റെ ഗ്രാഫ് വരച്ചാൽ
അപ്പോൾ നമുക്കറിയാം -1 to 1 ആണ് ഇതിൻ്റെ വാല്യൂ നിൽക്കുന്നത് -5ക്കും -5/2നും 5/2നും ഇടയിലാണ്. അപ്പോൾ ഏകദേശം അതിൻ്റെ ഗ്രാഫ് നമുക്ക് ഏകദേശം ഇതുപോലെ തന്നെ വരും. ഇതായിരിക്കും സൈൻ ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? ഈ -5/2 ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇതായിരിക്കും ഒരു സൈൻ ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് വരച്ചാൽ ഇങ്ങനെ ഇരിക്കും. ശകലം വ്യത്യാസമുള്ളൂ. സൈനിൻ്റെ ഇൻവേർട്ടബിൾ സൈനിൻ്റെ ഗ്രാഫും സൈൻ ഇൻവേഴ്സിൻ്റെ ഗ്രാഫും തമ്മിൽ ഏകദേശം ഒരു ഷേപ്പ് തന്നെയാണ്. അത് നമുക്ക് ഞാൻ ജിയോജിബ്രയിൽ നിങ്ങൾ അതിൻ്റെ റിഫ്ലക്ഷൻ ഒക്കെ എടുത്ത് കാണിക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ തൽക്കാലം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. സൈൻ ഇൻവേർട്ടബിൾ സൈനിൻ്റെ ഡൊമൈൻ റേഞ്ച് -5/2 to 5/2 to -1 to 1 ആണ്. സൈൻ ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ റേഞ്ച് -1 to 1 -5/2 to 5/2. അപ്പോൾ ഇത് പ്രത്യേകം ഓർത്തിരിക്കുക. ഇത് ഇൻവേർട്ടബിൾ സൈൻ ആണ്, അതിൻ്റെ ഡൊമൈൻ റേഞ്ച് ഇതാണ്. ഇത് സൈൻ ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ റേഞ്ച് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വരും. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ പറയുന്നത് ഇപ്പം ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനകത്ത് ഇൻവേർട്ടബിൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിനകത്ത് ഇൻവേർട്ടബിൾ സൈൻ നമ്മൾ പറഞ്ഞു. ഇത് ഇൻവേർട്ടബിൾ സൈൻ ആണിത്, കാരണം അതിൻ്റെ ഡൊമൈൻ റേഞ്ച് റിസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇൻവേർട്ടബിൾ സൈൻ എന്ന് പറയുന്നത് എവിടെ തൊട്ട് എങ്ങോട്ടാണ്? -5/2 to 5/2 to -1 to 1 ക്ലോസ് ഇൻ്റർവലാണ്. ഇതിനാണ് ഇതിൻ്റെ ഡൊമൈൻ റേഞ്ച് വരുന്നത്. നമുക്ക് 1-2 എക്സാമ്പിൾ നോക്കാം. അപ്പം സൈന് 5/6 എടുക്കുകയാണെങ്കിൽ അത് നമുക്കറിയാം 1/2 ആണെന്നറിയാം. സൈൻ 5/2 സൈൻ 90 ആണ്, സൈൻ 91 ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മൾ ഈ സൈൻ എക്സ് ഇൻവേർട്ടബിൾ സൈൻ എടുത്തിട്ട് നമ്മൾ സൈൻ എക്സ് ഇത് എക്സ് ആണെന്ന് കരുതുക, ഇവിടെ വരുന്ന എല്ലാം എക്സ് ആണെന്ന് കരുതുക. അപ്പോൾ സൈൻ എക്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു നമ്പർ ആയിരിക്കും. സൈൻ എക്സ് ഇസ് ഓൾവേസ് എ നമ്പർ ഇൻ ബിറ്റ്വീൻ എവിടെ തൊട്ട് എവിടെ വരെ ആയിരിക്കും? -1 to 1. നമ്മൾ എന്താ പറഞ്ഞത്? സൈൻ എക്സ് ഇപ്പോൾ -1നും +1നും ഇടയിലുള്ള ഒരു നമ്പർ ആയിരിക്കും എപ്പോഴും നമുക്ക് കിട്ടാൻ പോകുന്നത് സൈൻ എക്സിൻ്റെ വാല്യൂ. ഇത് നമുക്കൊരു ആരോ ഡയഗ്രം വെച്ചൊന്ന് വരച്ച് നോക്കിയാൽ ഇപ്പോൾ ആരോ ഡയഗ്രം എടുക്കുക. ഇവിടെയാണ് സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ സൈനാണ്. ഇവിടെ സൈൻ ഇൻവേർട്ടബിൾ സൈൻ ഡിഫൈൻ ചെയ്ത് -5/2 to +5/2 വരെയുള്ള ആ ഒരു വാല്യൂ ആണ്. ഇതാണെങ്കിൽ -1 to 1 ഇതിലേക്കാണ് ഇതിൻ്റെ ഡൊമൈൻ റേഞ്ച്. അപ്പോൾ നമുക്ക് ഒരു ആരോ ഡയഗ്രം ഒന്ന് വരച്ചാൽ ഇവിടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൈനാണ്. സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഇവിടെ ഇങ്ങോട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സൈൻ -5/2 എന്ന് പറയുമ്പോൾ എത്രയാണ്? സൈൻ 5/2 സൈൻ 91 ആണ് ഇങ്ങനെ വരും. അപ്പോൾ -5/2 എന്ന് പറയുമ്പോൾ സൈൻ -x -sin x ആകുമ്പോൾ ഇത് -1 വരും. ഇങ്ങനെ സൈൻ 5/6 ഇപ്പം നമ്മൾ പറഞ്ഞു ഹാഫ് ആണ്, ഇങ്ങോട്ട് വരും. അപ്പോൾ -sin 5/6 എന്ന് പറയുമ്പോൾ -1/2 വരും. സൈൻ 0 ആണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ ഈ -5/2നും 5/2നും ഇടയിലുള്ള ഏത് വാല്യൂ എടുത്താലും ഫംഗ്ഷനെ ഇങ്ങോട്ട് എടുത്ത് കഴിയുമ്പോൾ ഒരേ ഒരു വാല്യൂ വരുന്നുള്ളൂ. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ ഫംഗ്ഷൻ 1 ആണ്, 2 ആണ്, അതുകൊണ്ട് ബൈജക്റ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ എക്സ് എന്ന് അപ്പോൾ എന്താണ് സൈൻ്റെ വാല്യൂ? ഇവിടെ ഉള്ള വാല്യൂ ഇതിനെ അതിൻ്റെ സൈൻ വാല്യൂ ഇപ്പുറത്ത് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു എക്സ് എന്ന് പറഞ്ഞൊരു എന്തെങ്കിലും ഒരു ആംഗിൾ വാല്യൂ ആണെങ്കിൽ ഇപ്പുറത്ത് എന്ത് വരും? സൈൻ എക്സ് എന്ന് വരും. അപ്പോൾ സൈൻ -5/2 ആണ്, ഈ -1 എന്ന് എഴുതി. സൈൻ -5/6 ആണ്, -1/2 എന്ന് പറയും. സൈൻ 0 ആണ്, 0 എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ആണെങ്കിൽ സൈൻ എക്സ് എന്നാണ് ഇത്. അപ്പോൾ ഈ സൈൻ എക്സിനെ നമ്മൾ ഒരു വൈ എന്നോ എല്ലാം ചുമ്മാ ഒന്ന് പേര് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സൈൻ്റെ ജോലി എന്താണ്? സൈൻ്റെ ജോലി എക്സിനെ വൈ ആക്കുകയാണ്, അല്ലെങ്കിൽ സൈൻ എക്സ് ആക്കുക. അപ്പോൾ ഇവിടുന്ന് സൈനിൻ്റെ ജോലി എന്ന് പറയുന്നത് എക്സിനെ സൈൻ എക്സ് അല്ലെ വൈ ആക്കുക. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എങ്ങോട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്? സൈൻ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഒക്കെ ഡിഫൈൻ ചെയ്തു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നിന്നുള്ളത് ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് -1 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും? സൈൻ ഇൻവേഴ്സ് -1 എന്ന് പറഞ്ഞാൽ -5/2 ആയിരിക്കും. സൈൻ ഇൻവേഴ്സ് 0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ സൈൻ ഇൻവേഴ്സ് y എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സൈൻ ഇൻവേഴ്സ് y എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സൈൻ ഇൻവേഴ്സ് y എന്ന് പറയുമ്പോൾ x ആയിരിക്കും. ഇതിൻ്റെ ഇങ്ങോട്ട് എടുത്ത് കഴിയുമ്പോൾ ഇവിടെ വരുന്ന സംഖ്യ
അപ്പോൾ സൈൻ ഇൻവേഴ്സ് 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇവിടെ നമ്മൾ ഇങ്ങോട്ട് ഡിഫൈൻ ചെയ്യും. ഇവിടെ സൈൻ 0 ആണ്, അങ്ങോട്ട് സൈൻ 0 എന്ന് നമ്മൾ എഴുതും. സൈൻ π/6 ആണ്, ഹാഫ് എന്ന് എഴുതും. ഇപ്പോൾ സൈൻ π/6 ഹാഫ് എന്ന് നമ്മൾ പറയും. തിരിച്ച് നമ്മൾ പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, സൈൻ ഇൻവേഴ്സ് 1/2 = π/6 എന്ന് ഉണ്ടോ. അപ്പോൾ സൈൻ π/6 നമ്മൾ എഴുതുന്നത് സൈൻ്റെ ഫംഗ്ഷൻ ഇവിടുന്ന് അങ്ങോട്ടാണ്. ആ ഫംഗ്ഷൻ വരുമ്പോൾ സൈൻ π/6 1/2 എന്ന് എഴുതുമെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് നമ്മൾ പറയുമ്പോൾ സൈൻ ഇൻവേഴ്സ് 1/2 = π/6 എന്ന് പറയും. കാരണം 1/2ൻ്റെ ഇൻവേഴ്സ് വാല്യൂ എടുക്കുമ്പോൾ അത് കിട്ടാൻ പോകുന്നത് π/6 ആണ്. എന്ന് പറഞ്ഞ പോലെ എക്സ് സൈൻ എക്സിലേക്ക് മാറ്റുകയാണ്. സൈൻ്റെ ജോലി എക്സിനെ സൈൻ എക്സിലേക്ക് മാറ്റുകയാണ്. അത് നമ്മൾ പറഞ്ഞത് വൈ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സിൻ്റെ ജോലി എന്താ, വൈയെ എക്സാക്കിലാണ് എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് y = x എന്ന്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ തന്നെ അങ്ങനെയാണ്. ഒരു ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ തന്നെ എന്തായിട്ട് വരും, സൈൻ ഇൻവേഴ്സ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എവിടുന്ന് എങ്ങോട്ടാണ്, -1 to 1 to -π/2 to π/2 ക്ലോസ് ഇൻ്റർവെലാണ്. അവിടെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ സൈൻ ഇൻവേഴ്സ് y = x ആണ്. ഇഫ് എന്താണ്, ഇഫ് സൈൻ x = y ആണ്. ഇതാണ് അതിൻ്റെ ഒറിജിനായിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സൈൻ ഇൻവേഴ്സിൻ്റെ ഡെഫിനിഷൻ ഇതാണ്. സൈൻ ഇൻവേഴ്സ് ഈസ് എ ഫംഗ്ഷൻ ഫ്രോം -1 to 1 to -π/2 to π/2. ഇതിൻ്റെ ഡൊമെയിൻ റേഞ്ചുമാണ്. അത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, ഇവിടെ ഒരു y ഉണ്ടെങ്കിൽ സൈൻ ഇൻവേഴ്സിൻ്റെ ജോലി എന്താണ്, സൈൻ ഇൻവേഴ്സ് y = x. എന്താ കണ്ടീഷൻ എന്തായിരിക്കണം, സൈൻ x = y ആയിരിക്കണം. സൈൻ x y ആണെങ്കിൽ സൈൻ ഇൻവേഴ്സ് y. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാതെ ഇപ്പോൾ നമ്മൾ സൈൻ x = y ആണ് എന്ന് എഴുതുകയാണ്. അപ്പോൾ ഇതിനെ ഇപ്പോൾ ഇങ്ങനെ ഒരു ആംഗിൾ നമ്മൾ എഴുതുകയാണെങ്കിൽ ഇതിനെ അങ്ങോട്ടാണ് കൊണ്ടുവന്നായിട്ട് അപ്പോൾ എക്സ് തന്നെ ഇവിടെ നിൽക്കും. ഇപ്പോൾ സൈൻ അപ്പുറത്ത് ചെല്ലുമ്പോൾ സൈൻ ഇൻവേഴ്സ് ആയിട്ട് വരും. സൈൻ ഇൻവേഴ്സ് y = x എന്ന് തിരിച്ചും പറയും. അപ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്നത് എന്താണ്, സൈൻ ഇൻവെർട്ടബിൾ സൈൻ എന്ന് പറയുന്നത് -π/2 to π/2 to -1 to 1 ആണ്. സൈൻ്റെ സൈൻ എക്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സംഖ്യയായിരിക്കും, -1-1 ഇടയിലുള്ള ഒരു സംഖ്യയായിരിക്കും. തിരിച്ച് സൈൻ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡൊമൈനും റേഞ്ച് എങ്ങോട്ട് വരും, സൈൻ ഇൻവേഴ്സിൻ്റെ ഡൊമൈനും റേഞ്ചും സൈൻ ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ എന്ന് പറയുമ്പോൾ അത് ഇവിടെ തൊട്ട് ഇങ്ങോട്ടാണ്, -1 to 1 to -π/2 to π/2 ആയിരിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ സൈൻ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ സൈൻ ഇൻവേഴ്സ് തിരിച്ച് ഇങ്ങോട്ട് വരും. എക്സ് സൈൻ എക്സ് ആണെങ്കിൽ അതിനെ നമ്മൾ y എന്ന് വിളിച്ചാൽ നമുക്ക് പറയാം സൈൻ ഇൻവേഴ്സ് y = x. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഇതാണ്, ഇൻവെർട്ടബിൾ സൈൻ്റെ ഡൊമൈൻ റേഞ്ച് ഇങ്ങോട്ടാണ്, -π/2 to π/2 to -1 to 1. ഇൻവേഴ്സ് സൈൻ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡൊമൈൻ റേഞ്ച് ഇതാണ്, -1 to 1 -π/2 to π/2 എല്ലാം ക്ലോസ് ഇൻ്റർവെലാണ്. നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾ ഒന്ന് നോക്കാം. അപ്പം ഞാൻ സൈൻ π/4 എടുക്കാമെന്ന് വിചാരിച്ചു. നമുക്കറിയാം 1/√2 ആണ്, സൈൻ 45 1/√2 ആണ്. ഉടനെ നമുക്ക് എന്താ പറയാം, സൈൻ ഇൻവേഴ്സ് 1/√2 = π/4 എന്ന് പറയാം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സൈൻ ഇങ്ങോട്ട് വരുന്നതായിട്ട് കരുതിയാൽ മതി. ഇങ്ങോട്ട് വരുമ്പോൾ സൈൻ ഇൻവേഴ്സ് 1/√2 = π/4 ആയിട്ട്. സൈൻ 5/6 എടുക്കാമെന്ന് വിചാരിച്ചു, അല്ലെ π/3 എടുക്കാം. ഇത് √3/2 ആണ്, സൈൻ 60 √3/2 ആണ്. അപ്പോൾ ഇതിൻ്റെ സൈൻ ഇൻവേഴ്സ് √3/2 എന്ന് വരും. തിരിച്ചു തരാം, നമുക്ക് π/3 എന്ന് പറയാൻ സാധിക്കും. സൈൻ π/2 നോക്കാം. സൈൻ π/2 1 ആണ്. അപ്പോൾ നമുക്ക് എന്നാ പറയാം, സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറയുന്നത് π/2 ആണ് നമുക്ക് കാണാൻ സാധിക്കും. സൈൻ 5/6 ഹാഫാണ് നമ്മൾ മുമ്പേ പറഞ്ഞു. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്, π/6 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ശ്രദ്ധിക്കാമെങ്കിൽ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, മുമ്പേ പറഞ്ഞതാണ് സംഖ്യയായിരിക്കും, -1-നും 1-നും ഇടയിലുള്ള ഒരു സംഖ്യയായിരിക്കും. അപ്പോൾ സൈൻ എക്സ് എപ്പോഴും ഒരു നമ്പർ ആയിരിക്കും. സൈൻ ഇൻവേഴ്സ് നോക്കിയേ, എല്ലാ ആംഗിളാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എപ്പോഴും എന്തായിരിക്കും, നമ്പർ ഇൻ ബിറ്റ്വീൻ -1 and +1 എന്ന് നമുക്ക് പറയാൻ സാധിക്കും, ഇൻക്ലൂഡിങ് -1 and +1. ഇതാണ് നമ്പർ ഇൻ ബിറ്റ്വീൻ -1 and +1 ഇൻക്ലൂഡിങ് ദ. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എപ്പോഴും എന്തായിരിക്കും, അതിന് ആംഗിൾ ആയിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. അത് ഏതിനൊക്കെ ഇടയിലുള്ളതായിരിക്കും, -π/2-നും π/2-നും ഇടയിലുള്ള, -π/2 to π/2
ഇടയിലുള്ള ഒരു ആംഗിൾ ആയിരിക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സൈൻ എക്സ് എന്ന് പറയുമ്പോൾ ഒരു നമ്പറാണ്, ഏതിനൊക്കെ ഇടയിലുള്ളതാണ്, ഇൻക്ലൂഡിങ് -1 ആൻഡ് 1 അതിനിടയിലുള്ളതായിരിക്കും. സൈൻ ഇൻവേഴ്സ് എന്ന് കേട്ടാൽ എപ്പോഴും ആംഗിളാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അത് ഏതിനൊക്കെ ഇടയിലായിരിക്കും, -π/2 to π/2. അപ്പോൾ അത് ഓർത്തിരിക്കേണ്ടെങ്കിൽ നമുക്കൊരു ബോക്സ് ആയിട്ട് കൊടുക്കാം, -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, -π/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഈക്വൽ ടു π/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2. ഇത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ -1 1 ഇടയിലുള്ള ഒരു നമ്പർ, സൈൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ -π/2 നും π/2 ഇടയിലുള്ള ഒരു ആംഗിൾ ആയിരിക്കും. ഇതാണ് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞു, നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്, ഒറിജിനൽ സൈൻ പറഞ്ഞു, ഇൻവേർട്ടബിൾ സൈൻ പറഞ്ഞു, സൈൻ ഇൻവേഴ്സും പറഞ്ഞു. അപ്പോൾ നമുക്ക് മറ്റൊരു കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ എഴുതുകയാണ്, അതിൻ്റെ ഡൊമൈൻ, അതിൻ്റെ റേഞ്ച് ഇത്ര നമ്മൾ പറയുകയാണെങ്കിൽ, ഒറിജിനൽ സൈൻ നമ്മൾ എടുക്കുകയെന്ന് വിചാരിച്ചു. ഒറിജിനൽ സൈൻ, അപ്പം അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആണ്, റേഞ്ച് എന്ന് പറയുന്നത് -1 to 1 ക്ലോസ്ഡ് ഇൻ്റർവെലാണ്. ഇൻവേർട്ടബിൾ സൈൻ ആണെങ്കിലോ, ഇൻവേർട്ടബിൾ സൈൻ, അപ്പോൾ നമ്മൾ ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെയാണ് -π/2 to π/2 ആക്കി. അതിൻ്റെ റേഞ്ച് -1 to 1 ആണ്. അപ്പോൾ ഫംഗ്ഷൻ നമ്മളിങ്ങനെ ഒന്ന് പറയുകയാണ്, ഇങ്ങനെ സാധാരണ നമ്മളൊരു എളുപ്പത്തിന് വേണ്ടി വിളിക്കുന്നതാണ് ഒറിജിനൽ സൈന്. ഒറിജിനൽ സൈൻ എങ്ങോട്ടാണ്, എവിടെ തൊട്ട് എങ്ങോട്ടാണ് ഡിഫൈൻ ചെയ്തത്, R2 ക്ലോസ് ഇൻ്റർവൽ -1 to 1. ഇൻവേർട്ടബിൾ സൈനാണ് എപ്പോഴും ഡിഫൈൻ ചെയ്തത് -5, ഇതിനെ റെസ്ട്രിക്റ്റ് ചെയ്തു. അപ്പോഴാണ് ഇത് ഇൻവേർട്ടബിൾ ബൈജക്റ്റീവ് ആയത്. ഇതായിരിക്കും. ഇനി നമ്മൾ ഇൻവേഴ്സ് ആണ്. ഇപ്പം നമ്മൾ ഡൊമൈന് ഫംഗ്ഷൻ എഴുതുന്നു, ഇതിൻ്റെ ഡൊമൈൻ എഴുതുന്നു, റേഞ്ച് എഴുതുന്നു. അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ സൈൻ ഇൻവേഴ്സ് ആണ് എടുക്കുന്നത് വിചാരിച്ചു, സൈൻ ഇൻവേഴ്സ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ആണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഡൊമൈൻ തിരിഞ്ഞു വരും, ഇതിങ്ങോട്ട് തിരിഞ്ഞു വരും. ഇപ്പം -1 to 1 ആയിരിക്കും അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത്. റേഞ്ച് എന്ന് പറയുന്നത് -π/2 to π/2 ആയിരിക്കും ഇൻവേഴ്സ് വരുമ്പോഴത്തേക്ക്. അപ്പോൾ ഇതിനെ നമ്മൾ, ഈ റേഞ്ചിനെ നമുക്ക് വേണമെങ്കിൽ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയാം. വാല്യൂ ബ്രാഞ്ച്. ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും മനസ്സിലാക്കണം. അപ്പോൾ നമ്മളിങ്ങനെ എടുക്കുകയാണ്. ഇപ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, ഒറിജിനൽ സൈൻ എടുക്കാമെങ്കിൽ ഡൊമൈൻ റേഞ്ച് R2 ക്ലോസ് ഇൻ്റർവൽ -1 to 1 ആണ്. ഇൻവേർട്ടബിൾ സൈൻ എടുക്കാമെങ്കിൽ ഇത് റെസ്ട്രിക്റ്റ് ചെയ്ത് -π/2 to π/2 to -1 to 1 ആണ്. ഇനി സൈൻ ഇൻവേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡൊമൈൻ റേഞ്ച്, ഇവിടെ ഈ റേഞ്ചിനെ നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്, എന്തുകൊണ്ടാണ് ഈ -π/2 to π/2 പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചായിട്ട് എടുക്കുന്ന, മറ്റ് ബ്രാഞ്ച് ഒന്നും കൺസിഡർ ചെയ്യേണ്ട എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് -1 to 1 തിരിഞ്ഞോട്ട് ഡൊമൈൻ റേഞ്ച് തിരിഞ്ഞു -π/2 to π/2. അപ്പോൾ നമ്മൾ സൈൻ്റെ ഫംഗ്ഷനാണ്. സൈൻ ഫംഗ്ഷൻ്റെ ഈ പറയുന്ന പോലെ ഡൊമൈൻ റേഞ്ചും അതിൻ്റെ ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ റേഞ്ചും എങ്ങനെ വന്നു എന്ന് വളരെ വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കി. ഇതുപോലെ തന്നെ നമുക്ക് കോസ്, ടാന്, മറ്റ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ അത് ഞാനൊരു ടേബിളായിട്ട് എഴുതിത്തരാം. അപ്പോൾ നമ്മൾ സൈൻ ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ റേഞ്ച് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എങ്ങനെ വന്നു, പല ബ്രാഞ്ചിൽ നമ്മൾ ഒരു ബ്രാഞ്ച് എങ്ങനെ സെലക്ട് ചെയ്തു, ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ മറ്റു ട്രിഗ്നോമെട്രിക് റേഷ്യോസ്, അതായത് നമ്മൾ സൈൻ ഡിസ്കസ് ചെയ്തായിരുന്നു, അതുപോലെ തന്നെ കോസ്, ടാന്, കോട്ട്, കൊസീക്ക്, സീക്ക്, ഇവയുടെ എല്ലാം ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഡൊമൈൻ റേഞ്ചും അവയുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എങ്ങനെ വരുന്നു അതിനെക്കുറിച്ച് ഞാനൊരു ടേബിളായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വിശദമായിട്ട് അതിൻ്റെ ഗ്രാഫ് ഒന്ന് പരിശോധിക്കാം. അപ്പോൾ ആദ്യമേ നോക്കി സൈൻ ഇൻവേഴ്സിൻ്റെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സൈൻ ഇൻവേഴ്സ് എപ്പോഴും ക്ലോസ് ഇൻ്റർവൽ -1 to 1 to -π/2 to π/2 ആണ്. അപ്പോൾ ഈ ഡൊമൈന് ഏകദേശം നമുക്ക് റേഞ്ചാണ് പ്രാധാന്യം, കാരണം അവിടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എങ്ങനെയാണ് മുറിച്ചെടുക്കേണ്ടതെന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ റേഞ്ചാണ് കൂടുതലും പ്രാധാന്യമായിട്ട് നമ്മൾ എടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഡൊമൈൻ പ്രാധാന്യം അല്ല, ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല നമ്മൾ പറയുന്നത്, കൂടുതലും റേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ സൈൻ ഇൻവേഴ്സിൻ്റെ റേഞ്ച് ക്ലോസ് ഇൻ്റർവൽ -π/2 to π/2 ആണ്. ടാൻ ഇൻവേഴ്സിൻ്റെ ഓപ്പൺ ഇൻ്റർവൽ -π/2 to π/2 ആണ്. കൊസീക്ക് ഇൻവേഴ്സിൻ്റെ ഇതുപോലെ ഗ്രാഫ് വരച്ച് നമുക്ക് മനസ്സിലാവും. ക്ലോസ് ഇൻ്റർവൽ -π/2 to π/2 -0 ഒഴിവാക്കുക. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇതിൻ്റെ മൂന്നിൻ്റെ റേഞ്ച് കണ്ടത്, ഏകദേശം ഒക്കെ ഒരു സാദൃശ്യമുണ്ട്, ഒരു സിമിലാരിറ്റി ഉണ്ട്. എല്ലാം -π/2 to π/2, ശകലം വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ഡൊമൈൻ പക്ഷേ അങ്ങനെ നോക്കേണ്ട, കാരണം ഇവിടെ -1 to 1, ഇവിടെ R ആണ്, ഇവിടെ R -1 to 1 ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് കൊസീക്കിൻ്റെ.
ഇനി കോസും കോട്ടും സീക്കും എടുക്കുക. അടുത്തൊരു ഗ്രൂപ്പായിട്ട് നമുക്കൊന്ന് കരുതിയാൽ ഇവിടെ ഡൊമൈൻ ഇതാണ് -1 സൈൻ്റെയും സൈൻ ഇൻവേഴ്സിൻ്റെ കോസ് ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ സെയിം ആണ്. ടാൻ ഇൻവേഴ്സിൻ്റെ കോട്ട് ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ 6 തന്നെയാണ്. കൊസീക്ക് ഇൻവേഴ്സിൻ്റെ സീക്ക് ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ അങ്ങനെയാണ്. പക്ഷേ റേഞ്ചിൻ്റെ സാദൃശ്യം നിങ്ങൾ നോക്കിയാൽ അതിൻ്റെ സിമിലാരിറ്റി നമുക്ക് നോക്കാം. ഇവിടെ കോസ് ഇൻവേഴ്സ് 0 to π ആണ് കോസ് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് അല്ലെങ്കിൽ റേഞ്ച് എന്ന് പറയും. ഇവിടെ ഓപ്പൺ ഇൻ്റർവെലായി, അപ്പോഴും 0ക്കും π-ക്കും വ്യത്യാസമുണ്ട്. ഇവിടെയും ക്ലോസ് ഇൻ്റർവൽ 0 π, അതിനിടയ്ക്കുള്ള -π/2 അങ്ങ് ഒഴിവാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ റേഞ്ചിൻ്റെ ഒരു സിമിലാരിറ്റി വെച്ച് ഇതിനെ 2 ഗ്രൂപ്പായിട്ട് അങ്ങ് തിരിച്ചു. ആദ്യത്തെ ഗ്രൂപ്പിൽ പെടുന്ന ഏതൊക്കെയാണ് സൈൻ ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്, കൊസീക്ക് ഇൻവേഴ്സ്. രണ്ടാമത്തെ ഗ്രൂപ്പിൽ പെടുന്ന ഏതൊക്കെയാണ് കോസ് ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ്, സീക്ക് ഇൻവേഴ്സ്. അപ്പോൾ അതിൻ്റെ റേഞ്ചിൻ്റെ ബേസിൽ ഞാനിങ്ങനെ 3 ഗ്രൂപ്പായിട്ട് 2 ഗ്രൂപ്പായിട്ട് 3 അംഗങ്ങളുള്ള 2 ഗ്രൂപ്പായിട്ട് തിരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ ഈ ടേബിൾ വളരെ കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. എങ്ങോട്ടാണ് ഇൻവേഴ്സ് ഫങ്ഷൻസിൻ്റെ ഡൊമൈൻ റേഞ്ച് എവിടെയാണ് നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴത്തേക്ക് ഈ ടേബിൾ ഇതിൻ്റെ വാല്യൂ നന്നായിട്ട് മനസ്സിലാക്കുക. എങ്ങനെയാണ് അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് നമുക്ക് ഉടനെ തന്നെ മനസ്സിലാക്കണം. അതിൻ്റെ ഗ്രാഫ് വരച്ചിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും.